നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്, ഈ ലോകത്ത് മനുഷ്യരില്ലെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? മനുഷ്യരില്ലെങ്കിൽ ഒരു മാളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് ഈ വീഡിയോ ഫുള്ളായി കാണുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞെന്നുള്ളത് സംഭവം നമുക്കെല്ലാം പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു കൂട്ടനോട് ചോദിക്കുകയാണ്, ആരുടെ അടുത്ത് വേണമെങ്കിൽ, പ്രായമായിക്കോട്ടെ, ഏജ്ഡായിട്ടായിക്കോട്ടെ, യങ്ങായിക്കോട്ടെ, എത്ര ഒരു ബുദ്ധിയുള്ള ആളാണ്, അതായത് അങ്ങനെ ഉദ്ദേശിച്ച് കൊച്ചുകുട്ടികളല്ല, ഇതുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ എടുത്തു പറയും നല്ല മാൾ ഏതാ, ബെസ്റ്റ് മാള്, കിടിലം മാള്, കണ്ണടച്ചല്ല ഇപ്പം തന്നെ ഒരു സംശയവും വേണ്ട, ഒരു ആലോചിക്കലും വേണ്ട, ഡയറക്റ്റ് അങ്ങ് പറയും കൊച്ചി ലുലു മാൾ. വേണമെങ്കിൽ വീണ്ടും പറയാം ഫോറം മാൾ, ഒബ്രോ മാൾ, തിരുവനന്തപുരത്തെ ലുലു മാൾ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മാള്. എന്നാൽ വേറൊരു മാളുണ്ട്, ഗോൾഡൻ സൂക്ക്. എത്ര പേർക്ക് ഈ മാളിനെ കുറിച്ചറിയാം? ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു വിവരങ്ങളും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അതായത് സാധാരണ ഒരു കാര്യം വന്ന ന്യൂസിൽ കൂടെ വരുന്നതാണ്. ഞാൻ കുറേ സെർച്ച് നോക്കി, ഇരുന്ന് കുറേ നേരം എടുത്ത് സെർച്ച് നോക്കി, എനിക്ക് ഈ മാളിനെ കുറിച്ച് ഒന്നും കിട്ടിയില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും മാത്രമുള്ള സൈറ്റിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ഗോൾഡൻ സൂക്ക് മാളിനെ കുറിച്ച്. അല്ലാണ്ട് വേറെ എവിടെയും ഈ മാളിനെ കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല. എനിക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കെല്ലാം പറഞ്ഞു തുടങ്ങാം. ഈ മാള് 2011 എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത്. അന്ന് ഈ മാള് വിചാരിച്ച പോലെ ആയിരുന്നില്ല, ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരുന്നു. അവർ പ്രതീക്ഷിച്ചത് ഈ മാള് ചെറുതായിട്ടൊക്കെ ഡൗൺ ആവും. കാരണം അധികം ആ സമയത്ത് ഇടപ്പള്ളി അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു മാള് എന്താണെന്നറിയാത്ത സമയത്ത് വന്നുകൊണ്ട് തന്നെ അധികം പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ പ്രതീക്ഷയെ കാട്ടിയും കൂടുതൽ വന്നു. അതായത് കുറേ പേരുടെ സിനിമ കണ്ടതാണ്, ചോദിച്ചറിയാൻ പറ്റും. ആരെങ്കിലൊക്കെ സിനിമ കണ്ടു കാണും അവിടെ. അതായത് ഇപ്പോൾ നമ്മൾ PVR കാണുന്നതിനെക്കാട്ടി മുന്നേ 2011 ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ പറയും ഇവിടെ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ സംഭവമുണ്ട്. അതിനെക്കാട്ടി മുന്നേ നമ്മൾ അറിയുന്ന സമയത്ത്, അതായത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൾ തുടങ്ങുമ്പോൾ തന്നെ മാനേജ്മെൻറ്റ് വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് അത്യാവശ്യം മാത്രമേ ഹിറ്റാവുള്ളൂ. കാരണം എന്താ, ആ സമയത്ത് അധികം മാളിനെ കുറിച്ചൊരു വിവരങ്ങളോ മാൾ എന്താണ്, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്നും സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് വേണ്ടിയാണ് ഈ മാൾ നിർത്താനുള്ള കാരണമായത്. എല്ലാം നമുക്ക് പറയാം. ഇത് ഈ 2019 വരെ എങ്ങാണ്ടാണ് ഉണ്ടായത്. ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടിയ വിവരങ്ങളാണ്. ഈ മാള് 2011 തൊട്ട് 2019, ഇന്ന് 5 വർഷമാകുന്നു ഈ മാള് നിന്നിട്ട്. ഈ മാളിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എസ്കലേറ്റർ വർക്കിംഗ് അല്ല, കടകളില്ല, പൊടി പിടിച്ച് തുരുമ്പിച്ച് മാറാല എല്ലാം കൊണ്ട് തകർന്ന് കിടക്കുകയാണ്. ഈ മാളിൻ്റെ സൈഡിൽ എവിടെയോ ആയിട്ട് ഒരു ചിക്കിങ് ഉണ്ട്. KFC ഉണ്ടായിരുന്നു, അവിടെ അടച്ച് പൂട്ടിപ്പോയി. ഇവിടെ ഒരു ചിക്കിങ് മാത്രമുണ്ട്. ഇനി വേറെ പ്രത്യേകത പറയാം, ഈ മാള് ഇപ്പോഴും ഓപ്പണാണ്, സജ്ജീകരണമാണ്. ആൾക്കാർ കയറി പോകുന്നുണ്ട്, മിക്ക ആൾക്കാർ ഇപ്പോഴും പോകുന്നുണ്ട്. എന്നാൽ പോലും കള്ളുടിയന്മാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയാൻ പറ്റില്ല. കാരണം വലിയൊരു മാളാണ്, ഇതിൻ്റെ ടോപ്പ് വശം വരെ. അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ലൈറ്റ് പോലും ഇല്ല. അറിയില്ല, ഒരു മേളിലെ കാര്യം കിടന്നുറങ്ങണ്ടാവും, എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ എടപ്പള്ളി നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, ഗോൾഡൻ സൂക്ക് മാൾ 2011 തൊട്ട് 2019 വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ മാൾ നിർത്താണ്ടുണ്ടായ ഒരു കാരണമായി പറയുന്നത് ഒരു സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ കാരണം, ശമ്പളം കൊടുക്കുന്നതിൻ്റെ പ്രശ്നവും പുറത്തുനിന്ന് സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ കാശും എല്ലാമായി മാനേജ്മെൻറ്റിന് കാശ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ മാള് നിർത്തിയത്. ഈ മാളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗജഗില്ലി മാളാണ്. വലിയൊരു മാൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഓരോ ഘട്ടമായിട്ടാണ് നിർത്തി വന്നത്. ആദ്യം തിയേറ്ററിൽ നിർത്തി, കടകൾ പതുക്കെ നിർത്തി വന്നു. ഇപ്പോൾ പൂർണ്ണമായും കടയില്ല, പക്ഷെ മാളിൽ കയറാം. മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മാള്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ലുലു മാള് ആരുമില്ലെങ്കിൽ എങ്ങനെയോ.
ഒന്നും വർക്കിംഗ് അല്ല, കടകളില്ല. അത്യാവശ്യം നല്ല പ്രമോഷനൊക്കെ നടന്നാണ്. ഉയിരെ സിനിമ എങ്ങാണ്ടാണ്, ഉയിരെ നമ്മുടെ ടൊവിനോയുടെ ആസിഫലിയുടെ സിനിമ എങ്ങാണ്ടാണ് അവസാനമായിട്ട് ഓടിയത്. പിന്നെ വേറെ സിനിമയൊന്നും അങ്ങോട്ട് ഓടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു KFC എങ്ങാണ്ടുണ്ട്, ചിക്കിങ് ഉണ്ടോ അറിയില്ല. KFC എന്തോ ഉണ്ട്, ചിക്കിങ് ആണോ KFC മരക്കത്തിൽ അറിയില്ല. ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓപ്പണാണ്, വേണമെങ്കിൽ പോയി കാണാം. ഭയങ്കര രസമാണ് കാണാൻ. അതായത് നിങ്ങൾ ചായക്കുന്ന പോലെ ഭയങ്കര വലിയൊരു മാൾ. ആ സമയത്ത് ഓപ്പണാക്കാൻ കുറേ പ്രശ്നങ്ങൾ അടച്ചു പൂട്ടി എന്നാണ് പറയുന്നത്. കൊച്ചി, ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിയിൽ ആ ഭാഗത്തായിട്ട് വരുന്നത്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. പലതൊക്കെ അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ മാളിനെ കുറച്ച് ബാക്കിയുള്ള വിവരങ്ങളൊന്നും ഇല്ല. വെറുതെ ഈ മാള് ഇപ്പോൾ ഉണ്ട്, ബാക്കി സംഭവങ്ങളെന്താ ഈ മാളിൻ്റെ ഇനി അവസ്ഥകൾ എന്താവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കൃത്യമായിട്ട്. ഇപ്പോഴും ഈ മാള് വെറുതെ കിടക്കുന്നുണ്ട്, വേറെ ഒന്നും സംവിധാനമൊന്നും ഈ മാളിന് കൊടുത്തിട്ടില്ല. സെക്യൂരിറ്റി ഇല്ല, ചിക്കിങ് എവിടെയോ KFC എവിടെയോ ഉണ്ട്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. Bye.